اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. الله سبحانه وتعالى നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹക്ക് കൊണ്ട് നമ്മുടെ ദീനും ദുനിയാവും ആഖിറവും വിജയിപ്പിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വങ്ങളാണ് വിശദീകരിച്ചുകൊണ്ടുള്ളത്. പരിശുദ്ധമായ ഇസ്ലാമുക ഒരാൾ കടന്നു പറഞ്ഞുണ്ടായെങ്കിൽ അയാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് ചൊല്ലും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നെങ്കിൽ ഒരാൾ മോമിനാവില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലലോടുകൂടെ ഒരാൾ പൂർണ്ണമായ മോമിനാവില്ല. മോമിനാവുന്നുണ്ടായെങ്കിൽ അള്ളാഹു സ്നേഹിച്ചെനിക്കെത്ത ഒരു വ്യക്തിയുടെ പേരും കൂടി ചെന്നിട്ട് സാക്ഷി ചെന്നെങ്കിൽ മാത്രമാണ് ഇസ്ലാമോ കടന്നു വന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ പരിശുദ്ധ ഇസ്ലാമിൽ മാത്രമാണ്. ഏത് ധർമ്മത്തിൽ നോക്കിയെങ്കിലും ഒരു വ്യക്തിയുടെ പേര് ചൊന്നിട്ട് ഒരു ധർമ്മത്തെ ഉള്ളിൽ കടക്കരുത് എവിടെയും കാണാൻ സാധ്യമില്ല. അത് ഇസ്ലാമിൽ മാത്രമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ള ആളാവണുണ്ടായെങ്കിൽ അള്ളാഹുടൊട്ടിಗೆ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരും ചെല്ലണോ. അപ്പോൾ അത് ഈമാൻ്റെ ഭാഗമാണ്. അത് മാത്രമല്ല, മോമിനീങ്ങളായ ആൾമാർ, ലോകത്ത് സ്വഹാബത്ത്, ഉലമാ, ഇതുവരെ വന്ന എല്ലാ ആൾമാരും ഈമാൻ്റെ ചർച്ചയാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയാണ് ചർച്ചയാക്കുന്നത്. യഅലം അന്ന മിൻ തമാമിൽ ഈമാനി ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് ഇബ്നു ഇസ്മായിൽ നബ്ഹാനി റളിയല്ലാഹു അൻഹു ജിൽലെ ലോകപ്രസിദ്ധനായ പണ്ഡിതൻ. അയാൾ വഫാത്തായിട്ട് 100 വർഷവും ആയിട്ടില്ല. 100 കണക്കിൽ കിതാബിൽ ദിങ്കെത്ത ഫലസ്തീനുകാരനായ പണ്ഡിതനാണ്. അയാളെ ഖബർ ലബനാൻ്റെ ബൈറൂത്തിലാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ ധാരാളം കിതാബുകൾ എഴുതിയെത്ത മഹാനാണ്. ഈ കിതാബുടെ പേര് അൽ അൻവാറുൽ മുഹമ്മദിയ മിനൽ മവാഹിബിൽ ലദുന്നിയാൻ ചെന്ന് അതിൽ 400 പേജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വങ്ങളാണ് അയാൾ ചൊല്ലുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം വട്ടം സ്വപ്നത്തിൽ കണ്ട ആളും കൂടിയാണ് യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു. അതിനെ വിശദീകരിക്കുക അയാൾക്കൊരു കിതാബുണ്ട്, അൽ ബഷായിറുൽ ഈമാനിയ ഫിൽ മുബശ്ശറാത്തിൽ മനാമിയാൻ ചെന്നിട്ട് അയാളും അയാളെ പെഞ്ഞായി, അയാളെ മക്ക, അയാളെ കുടുംബക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടതിനെ വഗ്യ ഒരു കിതാബ്. അപ്പോൾ അത്രയും വലിയ ലോക പണ്ഡിതനാണ് ഇമാം യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു. അയാൾ ചെല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിപ്പും സൗന്ദര്യവും വിശദീകരിക്കടവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഒരാൾ പൂർണ്ണമായ മുഅ്മിനാവണമെങ്കിൽ എന്താവണോ? വെറും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ചെന്നെങ്കിൽ മയ്യാവില്ല. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് പെർഫെക്റ്റായ വിശ്വാസി അവിടെ എപ്പാൻ ചൊന്നെങ്കിൽ അവനക്ക് ഇങ്ങനെ ഒരു വിശ്വാസം വേണോ, അൽ ഈമാന ബി അന്നല്ലാഹ തആല ഖദ് ജഅല ഖൽഖ ബദനിഹി ശരീഫി അലാ വജ്ഹിൻ ലം യൽഹർ ഖബ്ലഹു വലാ ബഅദഹു ഖൽഖു ആദമിയ്യിൻ മിസ്ലഹു. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പടച്ച പടപ്പുകളെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ സൗന്ദര്യമുള്ള പെർഫെക്റ്റായ ഒരാളെ പടച്ചിട്ടില്ലാനുള്ള വിശ്വാസം അവൻ്റെ ഖൽബിൽ വേണൂട്ടാണ്. അപ്പോഴാണ് അവൻ പരിപൂർണമായ മൂമിനാവുടെ. അപ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ചൊന്നെങ്കിൽ അർത്ഥം എന്തിനു കേട്ടെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുടെ റസൂൽ ചൊന്നു ഞാൻ സാക്ഷ്യം വഹിക്കാൻ ചെല്ലുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള സമ്പൂർണതയും കൂടി നിന്റെ ഖൽബുടെ ഉള്ളിൽ കടന്നു പറഞ്ഞു. അൽ ഇൻസാനുൽ കാമിലാണ്, അതൊരു പരിപൂർണരായ മനുഷ്യരാണെന്ന് ചൊല്ല വിശ്വാസം കടന്നു വരുമ്പോൾ മാത്രമാണ് അവൻ സമ്പൂർണമായ ഒരു മുഅ്മിനാവുടെ. അല്ലാണ്ട് മക്കത്തിൽ ജനിച്ചിട്ട് 40-ാമത്തെ വർഷത്തിൽ നുബുവത്ത് കിട്ടിയിട്ട് 53 ഹിജ്റ വൈത്ത് 63 വഫാത്തായി തീന്ത് ആ ചാപ്റ്റർ അവിടെ മുക്തായ ആവുടുണ്ടായെങ്കിൽ അവനോ മുഅ്മിനാവുക സാധ്യയില്ല. അവനൊരു കപട വിശ്വാസിയാണ്. സമ്പൂർണനായ മുഅ്മിനാവുന്നുണ്ടായെങ്കിൽ അന്ത്യനാൾ വരെയുള്ള ആൾമാർക്ക് ബാധകമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരത്തെ സൗന്ദര്യം, ശരീരത്തെ സൃഷ്ടിപ്പു അത് സമ്പൂർണമാണ്. അതിൽ ഒരു കുറത്തെയും ഇല്ലാന്നുള്ള വിശ്വാസം ഖൽബിൽ വേണോ. അതാണ്
ഖസീദത്തുൽ ബുർദത്തിൽ ചെന്ന് ഫഹുവല്ലദീ തമ്മ മഅനാഹു വസൂറതുഹു ثم اصطفاه حبيبا بارئ النسم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആന്തരികവും ബാഹ്യവും സമ്പൂർണമായ ആളാണ്. അതായത് പുറത്തുള്ളത്തെ ചന്തവും ഉൾഗുള്ള ചന്താൻ ചൊന്നെങ്ക സ്വഭാവമാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അത്യുന്നതമായ സ്വഭാവത്തെ മേലിൽ നിങ്ങൾ ഉള്ളാറ്. അപ്പൊ ലോകത്തെ ഏറ്റവും പരിപൂർണമായ പൂർണ്ണമായ സ്വഭാവം ആരത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളേതാണ്. ലോകത്തെ ഏറ്റവും തലമുതൽ കാലുവരെ ചന്തമുള്ള വ്യക്തിയാറ്? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരാൾ വിശ്വസിക്കുന്നു. അങ്ങനത്തെ ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചന്തത്തെ വിഷയത്തിൽ ഒരേ ഒരാളാണ്. അഥവാ ആ ഒരാളത് പാതിയാക്കിയിട്ട് പിന്നൊരാൾക്ക് കൊടുത്തിട്ടില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം അങ്ങനെയല്ല. ഹുസ്ൻ, സൗന്ദര്യത്തെ പാതിയാണ് ആറ് കൊടുത്തത് യൂസുഫ് നബി അലൈഹിസ്സലാം. ബാക്കി പാതി ബാക്കിയുള്ള ആൾമാർക്ക് കൊടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പൂർണ്ണമായ സൗന്ദര്യം കൊടുത്തു, അതിനെ ഓതിയാക്കിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയെല്ലാം ഒരാളെ പൽബുൽ വിശ്വാസം വേണോണ്ടാണ് ഇമാമിങ്ങൾ പരിപാടിയുണ്ടുള്ളത്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ചൊല്ല് ലം യൽഹർ ലനാ തമാമു ഹുസ്നിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്യുന്നതമായ സൗന്ദര്യമുള്ള ആളും ചൊന്തു, പക്ഷെ അതിന്റെ സമ്പൂർണമായ രൂപം നമുക്ക് ഗൊന്തായിട്ടില്ല. അങ്ങനെ ഗൊന്തായെങ്കിൽ എന്താവും? ലിഅന്നഹു ലൗ ളഹറ ലനാ തമാമു ഹുസ്നി ലമാ അതാഖത് അയുനുനാ റുയതഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കൊടുത്തെങ്കത്തെ പൂർണ്ണമായ രൂപം ലോകത്ത് കമിത്ത് വെളിവൈത്തുണ്ടായെങ്കിൽ ഞങ്ങളെ ഈ കണ്ണുക അതിനെ നോക്കുക സാധ്യയില്ല. അതാരെ ಬಗ್ಗೆ ചെല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ. പിന്നെ അള്ളാഹുടെ ಬಗ್ಗೆ ചെല്ലണ്ടല്ലേ? അള്ളാഹുടെ ಬಗ್ಗೆ കാണുക സാധ്യമേ ഇല്ല. ലോകത്ത് അള്ളാഹുടെ ಬಗ್ಗೆ കാണുക പറ്റിയെങ്കത്തെ കണ്ണ് ഒരാൾക്കുമില്ല. കണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. വറആ അജായിബ ആലമിൽ മലകൂതി വസറായിറൻ നാസൂതി വൽ ജബറൂതി ഐനം മുദർരിസ മസ്ജിദില്ലാഹൂതി. മസ്ജിദില്ലാഹൂത്ത്, ലാഹൂത്ത് പള്ളിയുടെ മസ്ജിദ്, അതൊരു വർണ്ണനയാണ്. അതിലെ മുദർരിസായ അള്ളാഹുടെയും ഇസ്രാ മിഅ്റാജ് രാജാവുൽ കാണുക സൗഭാഗ്യം കിട്ടിയ ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാസാഗൽ ബസറു വമാ തഗാ. അങ്ങനെ കാണുമ്പോൾ എന്തു ആയിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മൂസാ നബി അലൈഹിസ്സലാം ബോധം കെട്ടുപോകും തോണ്ട് പരിശുദ്ധ ഖുർആൻ ചൊല്ലു. എന്തിനെ കണ്ടപ്പ? അള്ളാഹുടെ ചെറിയ ഒരു പ്രകാശം കണ്ടപ്പ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ എന്തുമായിട്ടില്ല. അപ്പൊ ചൊന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളമേ അങ്ങനെ നമുക്ക് കാണുകയാവില്ലാണ്ടായെങ്കിൽ പിന്നെ അള്ളാഹുടെ ബിൽക്കുൽ ഈ ലോകത്ത് ഒരാൾക്ക് കാണുക സാധ്യമേ അല്ല. അപ്പൊ ഇക്കട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യത്തെ സമ്പൂർണ്ണത്തെ മിത്തു ലോകത്തെ ആൾമാർക്ക് കാണുക ആവുണ്ടായെങ്കിൽ വെളിവായിട്ടുണ്ടായെങ്കിൽ ഞങ്ങളെ കണ്ണുക അത് കാണുകാവലന്ത്. അതുകൊണ്ടാണ് ഞാൻ ചെന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അയാൾ ചൊല്ലു നന്റൊട്ടിಗೆ നിങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ ചെന്തറൂൻ ചെന്നെങ്കിൽ നന്നെ കൊണ്ടത് സാധ്യാവില്ല. കാരണം ഞാൻ രണ്ട് കണ്ണും നിറച്ചിട്ട് ആ നേതാവുടെ മുഖത്ത് നക്ക് പലപ്പോഴും നോക്കുകയായിട്ടില്ല എന്ന് ചൊന്നത് സ്വഹാബിയായ സയ്യിദുന അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അപ്പൊ അങ്ങനത്തെ സൗന്ദര്യത്തെ ആളാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാ, ഇതേ മഹാൻ, അയാൾ ചെമ്മവട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിരുന്നാൻ ചെന്ന് ഓർക്ക് അയാൾ ചൊല്ലു നക്ക് സ്വഹാബത്ത് കണ്ട പോലെ കാണണോ? സ്വഹാബത്ത് കണ്ട പോലെ കാണണം ചെന്നെങ്കിൽ നേർക്ക് നേരെ എതിരിൽ തെറ്റി സ്വഹാബത്ത് കണ്ടാറ്. അങ്ങനത്തെ സൗന്ദര്യം അങ്ങനെ നക്ക് കാണണോ? അയാള് 3000 വട്ട ഖുൽ ഹുവല്ലാഹു അഹദ് ചൊല്ലുന്ന സൂറത്ത് ഓതിത്തൂള. ഇമാം ഹസൻ ഷദ്ദാദ് ചൊന്നിട്ടൊരു ഇമാമുണ്ട്. അടുത്ത കാലത്താണ് അയാൾ വഫാത്തായ. മർക്കസുകളെല്ലാം വന്നത്. അയാൾക്കൊരു കിതാബുണ്ട് കൈഫിയത്തുൽ ഉസൂൽ ലിറുഇയത്തി സയ്യിദിന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയുള്ള വഴികളാണ് അതിൽ പരിപാട്ട്. എന്നിട്ട് എത്രയാണ് അനുഭവങ്ങൾ അയാൾ അതിൽ ചെമ്മ ചൊല്ലു. ഞാൻ കണ്ടേ മുജറബ് അവിടെ അയാൾ ചൊന്നിട്ടുണ്ട് നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടേ. ഒരു 50 വട്ട 100 വട്ട വരെ ചൊന്നിട്ടിക്കും അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടേ അനുഭവം അയാൾ വിശദീകരിച്ചുകൊണ്ടുണ്ട്. അപ്പൊ അതിൽ ഈ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹുടെ ಬಗ್ಗೆ എതിർ ചെമ്മവട്ട ഞാൻ കണ്ടേ സ്വഹാബിങ്ങ കണ്ട പോലെ കാണുന്നു. അതിക്ക് എന്താണ് വഴി? 3000 വട്ട ഖുൽ ഹുവല്ലാഹു അഹദ് ചൊല്ലുന്ന സൂറത്ത് ഞാൻ ഓതിയിട്ട് നിങ്ങൾ കണ്ടാറാ? ഞാൻ കണ്ടേ. അതൊന്ന് നിങ്ങൾ വർണ്ണിക്കുറുണ്ട് അയാളൊട്ടിಗೆ കേൾക്കുമ്പോ ചൊന്നെങ്കിൽ അയാൾ ചൊല്ലു എന്നെ കൊണ്ടത് സാധ്യമല്ല. മസ്തതഅ്തു മഹ്മാ
നക്ക് എഴുതുകയും സാധ്യമല്ല. ആയിരക്കണക്കിൽ പേജ് എഴുതിയെങ്കിയ ആളാണ് അയാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ സൗന്ദര്യം വിശദീകരിക്കും മാത്രം അയാൾക്ക് കിതാബുണ്ട്. അങ്ങനത്തെ ആളാണ് അയാൾ. ചൊല്ല് നല്ലൊട്ടിಗೆ നിങ്ങൾ എഴുതറും ചൊന്നെങ്ക നക്ക് സാധ്യമല്ല, ചൊല്ലറും ചൊന്നെങ്കും നക്ക് സാധ്യമല്ല. സ്വഹാബത്ത് കണ്ട പോലെ കാണണമെന്ന് ചെന്നിട്ട് 3000 വട്ട ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിട്ട് കണ്ടിട്ട് അയാൾ ചൊല്ലിന്റെ പല കൈതാണ്, ഞാൻ അശക്തനാണ്, നിന്റെ കൊണ്ട് വർണ്ണിക്കൂ സാധ്യമല്ല. ഫഇന്നഹു ശംസു ഫദ്ലിൻ ഹും കവാകിബുഹാ യുദ്ഹിർന അൻവാറഹാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വത്തെ സൂര്യനാണ്, സ്വഹാബത്ത് നക്ഷത്രങ്ങളാണ്, വർണ്ണിക്കുക സാധ്യയില്ലാണ്ടാണ് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു പടിപാട്ടി തന്നോണ്ടുള്ളേ. അപ്പൊ ചൊന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തല മുതൽ കാലുവരെ സമ്പൂർണരാണ്, അത് പൂർണ്ണമായും വർണ്ണിക്കുക സാധ്യയില്ല. സ്വഹാബത്ത് കുറെ വർണ്ണിച്ചു തന്നാറ്, മുഖത്തെ ಬಗ್ಗೆ ചെന്നാറ്, അത് കുറെ വട്ടം മുന്നിൽ ഞാൻ വിശദീകരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്തെ ಬಗ್ಗೆ ബഹുമാനപ്പെട്ട ഹിന്ദ് ബിൻ അബീ ഹാല റളിയല്ലാഹു അൻഹു ഖദീജ ബീവിയുടെ മോനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോനല്ല, അബൂ ഹാലയുടെ മോനാണ്. അയാളാണ് കുറെ സൗന്ദര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശദീകരിച്ചു. കാരണം ചെറിയ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അയാളെ ബൽത്തറെ ഹിന്ദ് റളിയല്ലാഹു അൻഹു. അയാൾ ഉറക്ക ചൊല്ലി യതലഅലു വജ്ഹു തലഅലു അൽ ബദ്രി ലൈലത്തൽ തലഅലു അൽ ഖമരി ലൈലത്തൽ ബദർ. പൗർണമിയുടെ ജാവുൽ ചന്ദ്രൻ തിളങ്ങും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖം തിളങ്ങിക്കൊണ്ടിട്ടാണ് ബഹുമാനപ്പെട്ട ഹിന്ദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്. അബൂ ഇസ്ഹാഖുൽ ഹമദാനിൻ ചൊല്ല ആള് ഹമദാനിൽപ്പെട്ട ഒരു പെണ്ണെടുത്തൊട്ട് ചൊല്ലു. ആ പെണ്ണ് വിശദീകരിക്കുന്നത്, നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ ഹജ്ജിന് പോയേ. അപ്പൊ അയാളൊട്ടിಗೆ ഞാൻ ചൊന്ന ഷബ്ബിഹി, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടാറല്ലേ, എങ്ങനെ ഒന്ന് ചെന്തറു. അപ്പൊ അയിമ ചൊന്തു കൽ ഖമരി ലൈലത്തൽ ബദർ, ಹುಣ್ಣಿಮೆയുടെ ജാവുലു ചന്ദ്രയുടെ കണ്ട പോലെ ഞാൻ കണ്ടേ. അപ്പൊ എന്നിട്ട് ഇത്ര ചൊന്നിട്ടു സ്വഹാബത്തായ എല്ലാ സ്വഹാബത്തും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കം ചെന്നാറ് ലം അറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ലഹു. അവസാനം അങ്ങ് ചൊല്ലത് എത്രയാണ്, കുറെ വർണ്ണിക്കിടാറ്, വർണ്ണിച്ച് അപ്പുറം അങ്ങ് പോകാവില്ല, അങ്ങമേ സ്വത്തോണ്ടുള്ളാറുണ്ട്. ആറ് എത്രമാ വർഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിരിൽ ജീവിച്ചെങ്കത്തെ സ്വഹാബിമാർ സോപ്പിടാറ്, അങ്ങ് ചെല്ലാറ് ലം അറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുക്ക് മുന്നല ഇതുക്ക് പിന്നമ ഇങ്ങനത്തെ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതെല്ലാം ഞങ്ങൾ പഠിക്കുമ്പോ, ഇതെല്ലാം ഞങ്ങൾ കേൾക്കുമ്പോ അങ്ങനത്തെ ഒരാളെ കാണണമെന്നുള്ള ആശ നക്ക് വന്നില്ലാണ്ടായെങ്കിൽ നന്റെ കൽബുടെ ഉൾഗത്തെ ഈമാന്റെ വോൾട്ടേജ് ലോ ആയി പോയിട്ടാണ് അടീക്ക് നനെത്തിരെ. അങ്ങനത്തെ നേതാവിടെ നക്ക് പഠിക്കുക മനസ്സേ പണ്ടില്ലാണ്ടായെങ്കിൽ നന്റെ ಬಗ್ಗೆ ನಾನು ചെമ്മ ടെസ്റ്റ് ആക്കണാവുകൊണ്ടാണ് ഇമാമിയങ്ങൾ പടിപാട്ടത്. കാരണം അങ്ങനത്തെ സൗന്ദര്യമുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ അങ്ങനെ ചെന്നാറ് റുബയ്യ ബിൻത് മുഅവ്വിദ് റളിയല്ലാഹു അൻഹാ ചൊല്ല പെണ്ണിങ്ങളൊട്ടിಗೆ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചൊല്ല് സുഫീനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചൊന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ നക്കൊന്നു നീ ചൊന്തർന്നു ചെല്ലുമ്പോ അയിമ ചൊല്ലു ലൗ റഅയ്തഹു ഖുൽത അശ്ശംസു താലിആ. നീ മിത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടെങ്കിൽ നീ സഡൻ ചൊന്നുപോവേ, സൂര്യൻ ഉദിച്ചു വന്നല്ലേ, സൂര്യനെ ഉദിച്ചു വന്ന പോലെയുണ്ടല്ലേ, എപ്പാ നോക്കിയെങ്കും വെളിച്ചാണ്, എപ്പാ നോക്കിയെങ്കും ചന്താണ്, മുഖന്ന് പാടിയിട്ട് തെക്കടേ, എന്തമോ കറുത്തിട്ടിക്കടേ, ഇരുണ്ടിട്ട് പോണ്ടേ, അങ്ങനത്തെ വിഷയമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലൈഫിലില്ല. അപ്പൊ മുഖം അത്രയും സൗന്ദര്യമാണ്. ഇനി കാഴ്ച ശക്തി അത് ചെല്ലണ്ട എത്ര ദൂരമുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹാ ചൊല്ല് പകൽ സമയത്ത് എങ്ങനെ കാണണ്ട അതുപോലെ ചിമ്മലും ആർക്ക് കാണുകയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിലൊട്ടിಗೆ അവർക്ക് ചെന്ന് ഞാൻ ഇമാമായിട്ട് നിസ്കരിക്കുക, പക്ഷേ നിങ്ങൾ ബാക്കിൽ എന്താക്കിടാറ് നക്ക് കാണ്ട്, നിങ്ങളെ റുകുവും നിങ്ങളെ സുജൂദും നക്ക വ്യക്തമല്ല. അപ്പൊ മുന്നിൽ കണ്ടതുപോലെ ബാക്കിലൂടെ കാണുക സാധ്യമായോണ്ടിരുന്ന ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല ആയിരക്കണക്കിൽ കിലോമീറ്റർ അപ്പുറം ഉള്ളതും ഊടെ വെച്ചിട്ട് കാണുകയുണ്ട്. മുഞ്ഞാണ്ടല്ലേ ഞാൻ ചൊന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു പെഞ്ഞായും മക്കത്തിൽ മൂടി വെച്ച് വന്നെങ്കത്തെ സമ്പത്ത് 500 കിലോമീറ്റർ ഇപ്പറ വെച്ചിട്ട് ചൊന്തു നീ മൂടി വെച്ച സമ്പത്ത് ഇവിടെ കൊണ്ടുകൊണ്ട് എടുത്ത് അങ്ങനെ എല്ലാം കാണുക. മൂത്തത്തി യുദ്ധം നടക്കുമ്പോ, മൂത്തത്തി യുദ്ധം ജോർഡാൻ ആ ഭാഗത്ത് മൂത്തത്തി യുദ്ധം നടക്കുമ്പോ മക്കത്ത് അവിടെ എത്ര ദൂരമുണ്ട്, ಅದರ ಬಗ್ಗೆ ಗಜ್ವತ್ತು ಮೂತಾಂಡ ಚೊಳ್ಳೆ
ഗസ്വത്ത് ചെന്ന് ഗസ്വത്ത് ചൊല്ല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 74 യുദ്ധങ്ങൾ നടന്നത്. ആ 74 47 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടില്ല, സ്വഹാബത്തിനെ കടത്തിയതാണ്. അതിന്റെ പേര് സരിയത്ത് ഉണ്ട്. അതേ സമയത്ത് 27 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിടും, അതിന്റെ പേര് ഗസ്വത്ത് ഉണ്ടാണ്. അപ്പൊ വ്യത്യാസമുണ്ട്. ഗസ്വത്ത് വേറെ, സരിയത്ത് വേറെ. സരിയത്തിന് ചൊന്നെങ്കിൽ സ്വഹാബത്തിനെ മാത്രം കടത്തരെ, ഗസ്വത്തിന് ചൊന്നെങ്കിൽ നേരിട്ട് പോണ്ടേ. 27 8 മാത്രമാണ് യുദ്ധം നടന്നത്. ആ 8 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് യുദ്ധാക്കിയത്, ഓഹദ് യുദ്ധത്തിൽ. പക്ഷെ മൂത്തത്തിനെ ಬಗ್ಗೆ ഗസ്വത്ത് മൂത്താണ്ട് ചൊല്ലേ, ಅದಕ್ಕೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടില്ല. ഒരു കാരണം അതിൽ അത്രയും ആൾമാറിനാർ സ്വഹാബത്ത് ആധിക്യം എന്ന് തോന്നുന്നു, അങ്ങനെ ആവും. അല്ലെങ്കിൽ ആയിരക്കണക്കിൽ കിലോമീറ്റർ അപ്പുറാണെങ്കിലും പോണ്ടാട്ടി മുന്നലേ ചെന്നത് ഇതിന്റെ സെറ്റപ്പ് എല്ലാം നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എങ്ങനെയാണ് യുദ്ധം നടത്തുന്നായേ, ആരാണ് യുദ്ധത്തിന് നേതൃത്വം കൊടുക്കണായേ? ആദ്യം ചൊല്ലു ഫസൈദ് ഇബ്നു റവാഹ അല്ല ഫസൈദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ഈ പട്ടാളത്തെ റോം സാമ്രാജ്യത്തിന് വിരുദ്ധമാണ് യുദ്ധം. മുസ്ലിമീങ്ങൾ മുണ്ട തെച്ചിട്ടില്ല, ഏത് അന്യായത്തെയും എതിർക്കുവാറും ചൊല്ലതിര സൂചനയാണ്. ആയിരക്കണക്കിൽ കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുള്ള യുദ്ധമാണ് മൂത്തത്തിൽ നടന്നുകൊണ്ടുള്ളത്. അതുകൊണ്ട് ഒന്നാമത്തെ ലീഡർ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. ഫഇൻ ഖുതില സെയ്ദുൻ, ഉടനെ ചൊല്ലു ഇനി സെയ്ദ് കൊല്ലപ്പെട്ടിട്ടുണ്ടായെങ്കിൽ ഫജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പിന്നെ രണ്ടാമത്തെ ലീഡർ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു, അയാൾ മരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ബാക്ക് പറയും പോലെ ഇല്ല. രണ്ടാമത്തെ ഒരു ലീഡർ റെഡിയാക്കിയിട്ട് യുദ്ധാക്കണു. ഫഇൻ ഖുതില ജഅഫർ, ഇനി ജഅഫർ കൊല്ലപ്പെട്ടിട്ടുണ്ടായെങ്കിൽ ഫസൈദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തെ ലീഡർ അയാളാണ്. ഇനി അയാളും കൊല്ലപ്പെട്ടിട്ടുണ്ടായെങ്കിൽ പിന്നെ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളെ നിങ്ങമേ ലീഡറാക്കണോണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് മദീനത്തിൽ ചൊന്നിട്ടാണ് കടത്തത്. അങ്ങനെ യുദ്ധത്തിൽ അങ്ങ് പോയാറ്. ആ യുദ്ധത്തെ ലൈവായി മദീനത്തിൽ കണ്ടുകൊണ്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ യുദ്ധത്തിൽ ഓരോ സെക്കൻഡിലും നടക്കുന്നത് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടുണ്ട്. സ്വഹാബത്ത് ചൊന്നു കൊടുത്തുകൊണ്ടുണ്ടോ, ഇതാ സെയ്ദ് ഇബ്നു ഹാരിസ മരിച്ചിട്ട് ഇവിടെ ചൊന്നതാണ്. സെയ്ദ് ഇബ്നു ഹാരിസ മരിച്ചെങ്കിൽ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് അയാളും മരിച്ചിട്ട്, മൂന്നാമത്തെ ആൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അയാളും മരണപ്പെട്ടു പോയിട്ട്, അങ്ങനെ സെയ്ദ് 3 മഹാന്മാർ മരണപ്പെട്ടു പോയത് മദീനത്തിൽ വെച്ച് ചൊന്നുകൊണ്ടുണ്ടോ ഹൽ അൻതി ഇല്ലാ ഇസ്ബഉൻ ദാമീതി വഫീ സബീലില്ലാഹി മാ ലാഖീതി. ബെർലങ്ങ് കട്ടായി പോണ്ടു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ചൊല്ല്, നീ ഒരു ബെർല് മാത്രമാണ്, നീ കട്ടായി പോയെങ്കല്ല നിന്റെ തടി പോയെങ്കും വിഷയമേ അല്ല, നീ അള്ളാഹുടെ തെരലും എന്തു ആക്കിയിട്ടില്ല ഞാൻ ചൊന്നിട്ടു അങ്ങ് യുദ്ധത്തിന് പോണ്ട. അപ്പൊ ഞാൻ ചൊന്നത് അതല്ല, മദീനത്തിൽ വെച്ചിട്ട് ഇതിങ്ങനെ കണ്ടുകൊണ്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല പിന്നെന്താക്കിടാറുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുടെ നേതാവാക്കിടാറ്. അയാൾ സ്പെഷ്യൽ യുദ്ധ തന്ത്രജ്ഞനാണ്. വെറും 3000-ഓളം ആൾമാരുള്ള ഈ യുദ്ധ സൈനികന്മാരെ ഒരു സ്പെഷ്യൽ രൂപത്തിൽ അയാൾ സഫ് കെട്ടുവാട്ടിയത്, അഥവാ എതിരിൽ ഞങ്ങളെ ബാക്കിൽ ഞങ്ങളെ എതിർകാക്കട്. ഇത് കണ്ട റോം സാമ്രാജ്യത്തെ ആൾമാർ പേടിക്കാറ്. പുതിയ സൈന്യം മദീനത്തെ വന്നിരും പേടിച്ചിട്ട് അങ്ങ് ഓടാറ്. ഈ സംഘത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ട് മക്കത്ത് മദീനത്ത് കണ്ട് ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. അപ്പൊ അത് വിശാലമായ ചരിത്രമാണ് മൂത്തത്ത് യുദ്ധം. പക്ഷെ ഇവിടെ മദീനത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ കണ്ടുകൊണ്ടുണ്ടു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് കണ്ണുകൊള്ള അത്ഭുതകരമായ ശക്തി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾവി ശക്തി അതും ചെല്ലണം. ആകാശത്തുണ്ടാവുടെ സൗണ്ട് മദീനത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടോണ്ടിരുന്നത് നക്കത് കാണ്ട് കേക്കിടുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നെ. അങ്ങനെ കുറേ വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബായി, അതിനെ ಬಗ್ಗೆ സഹാബത്ത് ചെന്നാർ. നല്ല വിശാലമായ ബായിയാണ്. ആ ബായി തുറക്കുന്നതും അതുപോലെ മുച്ചുറുതും കാണുകയെ ഒരു ചന്ത. മഹാന്മാർ ചെന്നാർ അലി റളിയല്ലാഹു അൻഹു അടക്കം ബറാഖുസ്സനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ പല്ല് നല്ല തിളക്കമുള്ള പല്ലാണ്, നല്ല ലെങ്കുടെ പല്ലാണ്. മാത്രമല്ല ഈ പല്ലുടെ ഇടൽ നല്ല ബെൽറ്റ് ഇങ്ങനെ വന്ന പോലെ ഇന്നത്തെ പ്രകാശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുണ്ടുമ്പോ ഭയങ്കര പ്രകാശമാണ്, ബെൽറ്റാണ്. ഒരു വ്യക്തിയെ ഇങ്ങനെ ദെപ്പാട്ടിട്ട് ആ വ്യക്തിയുടെ പല്ലെങ്ങനെ, ആ വ്യക്തിയുടെ കണ്ണെങ്ങനെ, മുടി എങ്ങനെ, തുപ്പുനീരെങ്ങനെ, ഇതെല്ലാം സ്വഹാബത്ത് നമുക്ക് വഴിപാട്ടി തന്നാറ്. ആർക്കെങ്കിലും ചൊല്ലുക സാധ്യമാ? ഇനി ചൊല്ലത് ആ വ്യക്തിയുടെ തുപ്പുനീരെങ്ങനെ. ലോക ചരിത്രത്തിൽ ഒരേ ഒരു നേതാവുടെ തുപ്പുനീരെങ്ങനെ ചൊന്നിട്ടു കിതാബുൽ അധ്യായങ്ങളാണ്.
സ്വഹാബത്ത് അതര ಬಗ್ಗೆ മാത്രം ചൊന്നെന്നാറ്. അതുകൊണ്ടാണ് ഞാൻ ചൊന്നേ ഇന്നത്തെ കുറെ ആൾമാർക്ക് ഞങ്ങളെപ്പോലത്തെ ആൾമാരെ സ്നേഹം കാണുമ്പോ ഓവറായി പോയിട്ട് ചൊന്നിട്ട് അങ്ങ് പോസ്റ്റർ പത്തുവാട്ടുമ്പോ സ്വഹാബത്തിനെ വെച്ചിട്ട് പുറത്താക്കത്താറ്. നിങ്ങളുടെ ഇസ്ലാം സമല്ലാണ്ട് ഇങ്ങ ചൊല്ലത്താറ്. സ്വഹാബത്ത് തുപ്പുനീർക്ക് വേണായി ക്യൂ നിണ്ടാറ്. ആ തുപ്പുനീർ കീൽപൂലൊക്കെ പൊട്ടുള്ള അത് തുപ്പുമ്പോ അതെടുത്തിട്ട് മുഖത്തും ശരീരത്തും പുരട്ടിയാറും ചൊല്ലത് സ്വഹീഹായ ഹദീസാണ്. അപ്പോ തുപ്പുനീറിന്റെ ಬಗ್ಗೆ ഒരു വ്യക്തിയുടെ തുപ്പുനീറിന്റെ ಬಗ್ಗೆ ചർച്ചാക്കിടുണ്ടായെങ്കിൽ ആ വ്യക്തിയുടെ മഹത്വം എത്രയായിട്ടിരിക്കും. എല്ലാം ചരിത്രത്തിൽ സമ്പന്നമാണ്. എ ടു സെഡ് നിങ്ങൾ എന്ത് കേട്ടാരെങ്കിലും അതെല്ലാം ഇമാമിയങ്ങൾ പടിപാട്ടി തന്നാർ. ഏതുവരെ ഇന്നലെ ഞാൻ ചെന്നല്ലേ ബനു സഅദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പോയിട്ട് 4 വർഷം അവിടെ നിന്ന് ആ സമയത്തെ സംഭവങ്ങളെല്ലാം മഹാന്മാർ പടിപാട്ടി തന്നാർ. ആ ചെറിയ കിടാവുടെ തൊട്ടിലിട്ട് ആട്ടിയതാരാണ്? അതര ಬಗ್ಗೆ പടിപാട്ടിയാർ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹാടെ മോളു ഷൈമാ ചൊല്ലൊരു സഹോദരിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തറവാട് ബന്ധത്തിലൂടെ നേരിട്ട് സഹോദരന്മാരില്ല, പക്ഷെ മുലകുടി ബന്ധത്തിലൂടെ സഹോദരന്മാരുള്ളാറ്. ഇന്നലെ ഞാൻ ചെന്ന അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഹലീമാ ബീവിയുടെ മോണു. ഹലീമാ ബീവിയുടെ മോളു ഷൈമാ റളിയല്ലാഹു അൻഹ സഹോദരിയാണ്. ഐമ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട്, എത്ര വർഷം, 50-60 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഹുനൈൻ യുദ്ധത്തെ സമയത്തിൽ ഒരു പെണ്ണിങ്ങളെ പിടിച്ച പണ്ടാറ്. തായിഫുടെ എല്ലാവരും യുദ്ധത്തിന് വന്നറാറ്. അക്കൂട്ടത്തിൽ ഇങ്ങോ ഉള്ളാറ്. ഇങ്ങളെയും വലിച്ചോണ്ട് വന്നരമേ പ്രിയപ്പെട്ട ഒരു പെണ്ണിങ്ങ പണ്ട്. ആ പെണ്ണിങ്ങ മുട്ട വന്നിട്ടാമ ചൊല്ലു നാണ് നിങ്ങളെ സഹോദരിയാണ്. നോക്കുമ്പോ ഏത് സഹോദരി? പണ്ട് ബനൂ സഅദ് തൊട്ടിലിട്ടാട്ടിയെങ്കെത്ത പ്രിയപ്പെട്ട സഹോദരിയാണ് ഷൈമാ റളിയല്ലാഹു അൻഹ. അയിമളെ ആദരിച്ച് ദെപ്പാട്ട് നിന്റെ ഉമ്മയുടെ സ്ഥാനത്ത് നിന്റെ സഹോദരി, നിന്റെ പ്രിയപ്പെട്ട സഹോദരിയാണ് ദെപ്പാട്ട്. സ്പെഷ്യൽ വിരിപ്പാട്ടി ദെപ്പാട്ട്. എന്നിട്ട് ചൊല്ലു നന്റൊട്ടിയെ നിങ്ങൾ മദീനത്ത് കൊണ്ടാറാ. എല്ലാ സൗകര്യങ്ങളും ഞാൻ ആക്കി തണ്ടേ. അല്ല നിങ്ങളെ റായത്ത് കൊണ്ടാറാ. ഞാൻ നിന്റെ റായത്ത് കൊണ്ട ടൈമ ചൊന്ന് കൊണ്ടു. ആ ഷൈമാ വർഷങ്ങൾക്ക് മുമ്പ് ഈ ചെറിയ കിടാവുടെ തൊട്ടിലിട്ട് ആട്ടുമ്പ പാടിയ ജോകുള ആടു ഏത്? സ്വഹാബത്ത് നിങ്ങൾക്ക് പരിപാടി തന്നാർ. ഇങ്ങനത്തെ ഒരാളിക്കുവാ ഒരു ചെറിയ കിടാവുടെ 1400 വർഷത്തിന് മുന്നുള്ള വഫാത്തായിപ്പോയെങ്കത്തെ അത്ര മുന്നത്തെ ഒരാൾ തൊട്ടിലിട്ട് അയാളെ ആട്ടുമ്പ ഈ പ്രിയപ്പെട്ട സഹോദരി പാടിയ പാട്ടേതാണ്? അതുവരെ ചെന്നാറ്. യാ റബ്ബനാ അബ്ഖി ലനാ മുഹമ്മദാ ഹത്താ അറാഹു യാഫിഅൻ വ അംറദ. ആ കിടാവുടെ കണ്ടിട്ട് ഈ ഉമ്മ പാടുന്ന പാട്ടാണ്. ഓ റബ്ബേ അബ്ഖി ലനാ മുഹമ്മദ, നമുക്ക് ഈ മുഹമ്മദ് ചൊല്ലിയ കിടാവുടെ ബാക്കിയാക്കണു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കിടാവൊന്ന് വലുതായിട്ട് നമുക്ക് കാണണു. വഖ്ബിത് ആദിഹി മഅൻ വൽ ഉസ്സദ വഅതിഹി ഇസ്സൻ യദൂമു അബദ. ഈ കിടാവുടെ നേരെ ഒരു ശത്രുടെയും നീ കൊടുക്കുക തീറ. ഈ കിടാവ് എന്നെന്നും നിലനിൽക്കണമെങ്കിൽ ഇസ്സത്ത് നീ കൊടുക്കണോ എന്നിട്ട് 1400 വർഷത്തിന് മുന്നിൽ ബനൂ സഅദിൽ ഷൈമാ ചൊല്ല പ്രിയപ്പെട്ട സഹോദരി തൊട്ടിലിട്ടാടുമ്പ പാടിയ പാട്ടുവരെ ചരിത്രകാരന്മാർ ചെന്നാർ. ഹദാ അഖുല്ലി ലം തലിദുഹു ഉമ്മി. ഇത് നിന്റെ സഹോദരനാണ്, നിന്റെ ഉമ്മ വെത്ത സഹോദരനല്ല, പക്ഷെ നിനക്ക് സൗഭാഗ്യമായി അള്ളാഹു തന്നെങ്കത്തെ പ്രിയപ്പെട്ട സഹോദരനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഷരീഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തുപ്പുനീറിന്റെ ಬಗ್ಗೆ സ്വഹീഹിൽ ഉള്ള ഹദീസാണ്. ബഹുമാനപ്പെട്ട സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈബർ യുദ്ധത്തെ ടൈം മദീനത്തിൽ ഖൈബർ ജൂതന്മാരെ കോട്ടയാണ്. യഹൂദികൾ ആ യഹൂദി കോട്ടയുടെ മുസ്ലിമീങ്ങൾ എടുക്കാറ്. അവിടേക്ക് പോയെങ്കിലത്തെ ടൈമിൽ ഖൈബർ യുദ്ധത്തെ നാളില് മുന്നൽ തണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ലവഅതിയന്ന റായത ഗദൻ റജുലൻ യഫ്തഹുല്ലാഹു അലാ യദൈഹി. ഞാനിതാ നിന്റെ കയ്യിലുള്ള ഈ പതാക്കയുടെ നാളെ ഒരാളെ കയ്യിൽ കൊടുക്കൂടെ. ആ ഒരാളിലൂടെയാണ് ഖൈബർ നമുക്ക് ഫതഹായി കിട്ടേ. അങ്ങനത്തെ ഒരാളെ കയ്യിൽ കൊടുക്കൂടെ. അത്രച്ചൊന്നും നിപ്പാട്ടിയില്ല. അയാളെ ക്വാളിഫിക്കേഷൻ എന്തിനാ ഒന്നുണ്ട? യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. അയാൾ അള്ളാഹുടെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക. അയാളെ അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്പര സ്നേഹമാണ്. അപ്പൊ ഇയാൾക്ക് അപ്പുറം സ്നേഹമുണ്ട്, അപ്പുറത്തെ ഇപ്പുറവും സ്നേഹമുണ്ട്. അങ്ങനത്തെ ഒരാളെ കയ്യിൽ മുസ്ലിമീങ്ങളെ പതാക്ക നാൻ കൊടുക്കുടാണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു. അങ്ങനെ ചൊന്നപ്പ ഫലമ്മ അസ്ബഹന്നാസു, പ്രഭാതമായപ്പോൾ സുബഹിയായപ്പോ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടുള്ളാറ്. നക്ക് വേണു ഉണ്ടാണ് നക്ക് കിട്ടണു ചെന്നിട്ട് നോക്കിക്കൊണ്ടുള്ളാറ്. കാരണം ഒരു പതാക്ക പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നത് മാത്രമല്ല വിഷയ, ഒരു ക്വാളിഫിക്കേഷൻ ചൊന്നറു എന്തിരെ അങ്ങ് പരസ്പരം അള്ളാഹുടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപ്പുറം സ്നേഹിക്കാറ്,
അങ്ങും ഇപ്പുറം സ്നേഹിക്കണം. അപ്പുറം സ്നേഹിക്കുമ്പോ അപ്പുറത്തെ ഇപ്പുറം സ്നേഹം വേണല്ലേ. ഇത് ജന്തുണ്ട്. അങ്ങനത്തെ ഒരാളും ചെന്നപ്പ എല്ലാരും എത്തി നോക്കിയാറുണ്ടാണ്. നക്ക് വേണോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം എല്ലാവരും. ഇത് താൽക്കാലികമായ ഒരു ബെർദഗ് കിട്ടങ്കത്തെ സ്ഥാനമല്ല, അല്ലെങ്കിൽ 5 പൈസത്തെ ഉപകാരം ഇല്ലാതെങ്കത്തെ സ്ഥാനമല്ല, ബെർദഗും പേപ്പറിൽ കൊടുക്കുകയുള്ള നോട്ടീസിൽ കൊടുക്കുകയുള്ളെങ്കത്തെ സ്ഥാനമല്ല. ഈ സ്ഥാനം അങ്ങ് കേട്ടിട്ടെടുക്കുക. കാരണം എന്താ കൊണ്ടുണ്ട, ഈ പതാക കിട്ടുന്ന ആൾ സ്വർഗത്തിന് കൊണ്ട ആളാണ്, അങ്ങനത്തെ ആള്. അതുകൊണ്ട് എല്ലാവരും എത്തി നോക്കിക്കൊണ്ടുള്ളാറ്, കൽത്ത് ഉദ്ദാക്കിക്കൊണ്ടുള്ളാറ്. നന്റെ കാണാണ്ടായിട്ട് വിൽക്കാണ്ട് അവിടെ വേണ്ട, നന്റെ കാണട്ടും ചൊന്നിട്ട് എല്ലാവരും മുന്നൽ വരുമ്പോ കുല്ലുഹും യർജു അയ്യുത്താഹ, ആ പതാക നന്റെ കയ്യിൽ കിട്ടണമെന്ന് ചൊല്ലത് എല്ലാരെയും ആശയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് വന്നിട്ട് കേൾക്കുന്നത്, ഐന അലി ഇബ്നു അബീ ത്വാലിബ്, അലി ഇബ്നു അബീ ത്വാലിബ് എവിടെയാണ് കേൾക്കുന്നത് റളിയല്ലാഹു അൻഹു. ഇതൊരു മർമോനായതുകൊണ്ട് കേട്ടേണ്ട ആരും ചെന്നിരണ്ട. 4ാമത്തെ ഖലീഫയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മർമോന് പോസ്റ്റ് കൊടുക്കണമെങ്കിൽ 1ാമത്തെ പോസ്റ്റ് കൊടുക്കണെങ്കിൽ അങ്ങനെ മർമോനും കണക്കെ എല്ലാവരും കണക്കെ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അത് ഗൊന്തുള്ള ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്പെഷ്യൽ സ്ഥാനാണ്. അയാൾ ലോകം കണ്ട ഏറ്റവും വലിയ മഹാനാണ്. ഇക്കട്ട് അവിടെ അയാൾക്ക് ഒരു സ്പെഷ്യൽ സ്ഥാനം കൊടുക്കുന്നു. ഐന അലി ഇബ്നു അബീ ത്വാലിബ്, അലി ഇബ്നു അബീ ത്വാലിബ് എവിടെയാണ് കേൾക്കുമ്പോ അങ്ങ് ചെന്നാറ് ഹുവ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തകി ഐനൈഹി. അവിടെ അയാൾ വന്നിട്ടില്ല, അയാൾ അഞ്ഞുണ്ട്, അയാളെ 2 കണ്ണുക്ക് നൊമ്പലാണ്, 2 കണ്ണുക്ക് രോഗമുണ്ട്. അയാൾ അങ്ങനെ യുദ്ധത്തിൽ പിറകെ ആവല, കണ്ണുക്ക് നൊമ്പലാണ്, കണ്ണു നൊമ്പല, 2 കണ്ണും നൊമ്പലാണ്, രോഗാണ്. അയാൾ അഞ്ഞ തെച്ചിൽ ഇവിടെ വന്നിട്ടില്ലേ. കാല ഫഅർസിലു ഇലൈഹി, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വെളിപാട്ട് റോണ്ട് കടത്തിത്ത് ആളെ കടത്തിത്ത്. അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്നപ്പ ഫബസത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഐനൈഹി. ഇനി പരിഹാരം എന്താണ്? 2 കണ്ണുക്ക് നൊമ്പലമുള്ള ആള്, അയാളെ കയ്യിലാണ് ഇപ്പൊ പതാക്ക കൊടുക്കണേ. കണ്ണ് നൊമ്പലത്തോടെ കൊടുത്തെങ്കിൽ ഫതഹാക്കുകയാവില്ലേ. ഖൈബറിൽ എല്ലോ ആൾമാർ യുദ്ധാക്കുക ആവാത്തങ്കത്തെ ഖൈബർ കോട്ടയുടെ ബായില്ലേ അലി റളിയല്ലാഹു അൻഹു സ്വന്തം ഇങ്ങനെ പിടിച്ച് യുദ്ധാക്കുക. അത്ര വലിയ ശക്തനാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുരെ 2 കണ്ണും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പിത്തുണ്ടാണ്. കണ്ണുക്ക് ഇങ്ങനെ തുപ്പിടേ ഫബസത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ലോകത്തെ ഏറ്റവും വലിയ മറന്താണ്. 2 കണ്ണുക്ക് തുപ്പിയപ്പ ചരിത്രം ചൊല്ലു ഫബരിയ, അപ്പമേ ശിഫൈത്ത്, കുറെ നാളായിട്ട് കുറെ നേരായിട്ട് 2 കണ്ണുക്കും നൊമ്പലാണ്. ഇന്നോ കണ്ണുക്ക് ശിഫയാണ്. രോഗമുള്ളെങ്കത്തെ ആൾമാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെമ്മ പിരിസാക്കിയിട്ട് ചെമ്മ സ്വലവാത്തുകൾ ചൊന്നെങ്കിൽ സ്വപ്നത്തിൽ വന്നിട്ട് അങ്ങനെ തടകിക്കൊടുത്തെങ്കത്തെ ചരിത്രങ്ങളുണ്ടു. അതാക്കുക ഞങ്ങൾക്ക് പുരുഷത്തില്ല. ഞങ്ങൾ കിട്ടിയ ആൾമാരെ ബാക്കിലെല്ലാം പോണ്ട, അഞ്ഞ സൊറാക്കിത്ത് ഇഞ്ഞ സൊറാക്കിത്ത് എത്ര ആൾമാരാണ് വന്നിട്ട് ചൊല്ല് നണ്ടത് 50,000 ഉസ്താദ് എന്താക്കിയ ഞാൻ അയാളെ മുട്ട പോയ ഇയാളെ മുട്ട പോയ അയാളെ സമസ്യ പരിഹാരമായിട്ട് ഓന്റെ സമസ്യ മരിക്കടത്തോളം പരിഹാരാവില്ല. എന്തുകൊണ്ടും ചൊന്നെങ്കിൽ ഇങ്ങനത്തതുക്ക് ഞാൻ ബണ്ടേയില്ല. ഞാൻ പഠിച്ചോണ്ട് മുട്ട പോണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട പോണ്ടുള്ള ഞാൻ എന്തെല്ലോ ചികിത്സകളാക്കിക്കൊണ്ടുള്ള എന്തെല്ലാം സ്വറ ആക്കണ്ടാണ്ടല്ല ചൊല്ല് ആക്കുണായതാണ് ഫസ്റ്റ് ഞാൻ ആക്കുണായ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ച് സലാത്തുകൾ ചൊന്നു കിടന്നപ്പ ആ നേതാവ് വന്ന് കണ്ണിങ്ങനെ തൊട്ട ചരിത്രമുണ്ടു, ശരീരം ഇങ്ങനെ തൊട്ട ചരിത്രമുണ്ടു. ആയിരക്കണക്കിൽ സംഭവങ്ങൾ ഈ അടുത്തത് വരെ ഇമാമിയങ്ങൾ വിശദീകരിക്കാറ്. ഞങ്ങൾക്കതാക്കോ കുറിസത്തില്ല, ഞങ്ങൾക്കതാക്കോ നേരെയില്ല, ഞങ്ങളെ കൊണ്ടതാക്കുക ഔടുമില്ല, അങ്ങനത്തെ ഈമാൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് ചൊന്നെങ്കിൽ നന്റെ ഈമാന്റെ ಬಗ್ಗೆ നാനൊന്ന് ടെസ്റ്റാക്കിയുണ്ടാ ചൊന്നുകൊണ്ടുള്ളേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 കണ്ണിലങ്ങ് തുപ്പിപ്പോയിട്ട് ശിഫായിട്ട് എങ്ങനെ ശിഫായ കൊണ്ടുണ്ടാ ഹത്താ കഅല്ലം യകുൻ ബിഹി വജ, നൊമ്പലമൊന്നും ഇല്ലാത്ത പോലെ. അയാൾ ഗൊന്തേ ഇല്ല ഇങ്ങനെ നൊമ്പല ഇന്തും ചൊന്നു ശിഫായെങ്കും ഗൊന്തവിടല്ലേ ഞങ്ങൾക്ക് ഒരു മുന്നോൾ നൊമ്പലയുന്നതിൽ അടയാളം ഇക്കിടല്ലേ. അങ്ങനത്തെ ഒരു അടയാളമേ ഇല്ല. കാരണം അങ്ങനത്തെ മറന്താണ് ഇവിടെ കിട്ടിയത്. ആ തുപ്പുനീര് 2 കണ്ണുക തട്ടിയപ്പ 2 കണ്ണും ശിഫായിട്ട്. പിന്നെ ഖൈബറിന്റെ പതാക്ക പിടിച്ചുകൊണ്ട് കൊണ്ടത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. ഖൈബറിൽ വലിയ പോക്രിമാരിന്നാർ, വലിയ വലിയ ആൾമാരിന്നാർ. ആറ് ജൂതന്മാർ, യഹൂദിങ്ങ. മർഹബ് ചൊന്നിട്ട് ഒരാളിന്ന യഹൂദിങ്ങളെ ഏറ്റവും വലിയ നേതാവാണ് മർഹബ്. ധീരനാണ്, ഭയങ്കര വലിയ ആളാണ്. അവന്റെ ಬಗ್ಗೆ ചരിത്രം ചൊല്ലു. അവനു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ് ഇപ്പൊ പതാക്ക കൊടുത്തിട്ടുള്ള അയാളാണ് നേതാവ്. മർഹബ് അഹങ്കാരത്തോടെ വന്നാണ്ട അവന്റെ വാഹനത്തെ മേൽ പത്തിയിട്ട്
പാട്ടുപാടിയോണ്ടാണ് പണ്ട് ഖദ് ആലിമത്ത് ഖൈബാറു അന്നി മർഹബു ശാക്കിസ്സിലാഹി ബത്വലുൻ മുജറബു. ನಾನು 6 ಗಂಟೆ ಖೈಬರ್ ಅಂತುಂಟು ಅಹಂಕಾರ. ಅವನು ಚೊನ್ನದು ನಾನು ಮರ್ಹಬ್ ಉಂಟಲ್ಲ, ನಾನು ಮರ್ಹಬ್ ಉಂಟು ಖೈಬರ್ ಭೂಮಿಗೆ ಅಂತುಂಟು. ಬೆಡಿಬಾಟ್ರಿ ಇದು 6 വെടിപാട്ട് സ്വഹാബത്തർ വെടിപാട്ട് എങ്കാവാ വസൽ ഹുനൈനൻ വസൽ ബദ്റം വസൽ ഉഹുദ. പിന്നെ വസൽ ഹുനൈനം വസൽ ബദ്റം വസൽ ഉഹുദ ഫുസൂല ഹത്ഫിൽ ലഹും അദ്ഹാ മിനൽ വഖമി. ഖസീദത്തുൽ ബുർദത്തുൽ 10 അധ്യായത്തിൽ 8ാമത്തെ അധ്യായം ജിഹാദിന്റെ വകയാണ്, സ്വഹാബത്തിന്റെ ധൈര്യത്തെ വകയാണ് ചൊല്ല്. അതും നോക്കുമ്പോൾ ആകെ പേടിച്ചു പോകും. അതായത് സ്വഹാബത്തൊന്നും ഇങ്ങനെ നിന്റെങ്കുമൈ എതിർലുള്ള ആൾമാർ വരച്ചോണ്ടിരുന്ന ആയുധങ്ങൾ ഇന്നത് കൊണ്ടല്ല, ഇങ്ങക്ക് മരണത്തെ പേടിയില്ല. അതാണ് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു അടക്കം റോം സാമ്രാജ്യത്തെ ലക്ഷക്കണക്കിൽ പട്ടാളത്തെ മുന്നിൽ ചൊല്ല്, നിങ്ങളെ കയ്യിൽ ലക്ഷക്കണക്കിൽ പട്ടാളയ്ക്കു, പക്ഷേ അങ്ങക്ക് ജീവിക്കുകയാണ് ആശയുള്ളേ, അങ്ങളാട്ടി ദുപ്പട്ടു മരിക്കുക ആശയുള്ളെങ്കത്തെ വിഭാഗത്തെ പിടിച്ചോണ്ട് വന്നരേ. അതുകൊണ്ട് 313 ആൾമാർ 1000 ആൾമാരെ സോപ്പാട്ടിയാറ്, 3000 ആൾമാർ 2 ലക്ഷം ആൾമാരെ സോപ്പാട്ടിയാറ്. എങ്ങനെയായിട്ട് ഞങ്ങൾ വായ്പൊട്ടിട്ട് ഇങ്ങനെ നോക്കുക, ഇങ്ങക്ക് മരിക്കുരൊട്ടികയാണ് പിർസ, മരിക്കണോണ്ടുള്ള പിർസാണ്. അങ്ങനത്തെ ആൾമാരെ ഞാൻ വിളിച്ചു വന്നരേ. അതുകൊണ്ട് സ്വഹാബത്തിന് പരിപാടി എങ്കാവാ മഹാന്മാർ ചെല്ലാറ്, നീൻ പേരെങ്കൊന്ന് ബദർഗല്ല പോണ്ടല്ലേ, ഉഹുദുകല്ലൊന്ന് പോണ്ടല്ലേ, ബദർ ഭൂമിയിലൊട്ടി കേൾക്കണോ, ഉഹുദ് ഭൂമിയിലൊട്ടിയേക്കുന്നു. അതൊരു സ്ട്രോങ് ആണ്, മുബാലകാണ്ട് ചൊല്ലേക്ക്. അറബി കലാമിൽ ആലങ്കാരിക പദാണ്. അതായത് ബദറിലുള്ള ആൾമാരൊട്ടികയല്ല കേൾക്കണേ, ഉഹുദിലുള്ള ആൾമാരൊട്ടികയല്ല കേൾക്കണേ. ഇവിടെ ചെന്നുകൊണ്ടുള്ള നീ ബദറിലൊട്ടിയെ കേക്ക്. ഇനി ഒരുക്ക ബദർക്ക് പോയെങ്കിൽ കേൾക്കുറു, ബദർ ഭൂമിയിലൊട്ടിയെ ഇവിടെ 313 ആൾമാരെ കൊണ്ടു ഒരു യുദ്ധം നടന്നിട്ടിന്തല്ലേ. നിന്റെ അനുഭവം എന്തരേൻ? ബദർ ഭൂമിയിലൊട്ടിയെ കേൾക്കുറു, ഉഹുദ് ഭൂമിയിലൊട്ടിയെ. ഇണ്ടും ഉഹുദുണ്ടല്ലേ, ഉഹുദ് നല്ല സജീവമായിട്ട് ഹയാത്തുള്ള പോലെ ഞങ്ങളെ മുന്നിൽ സൗന്ദര്യത്തോടെ നിന്നിട്ടിക്കട്. എന്തേ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിയെ പിർസാണ്. ആ ഉഹുദ് പർവ്വതത്തിന് ഇപ്പുറം പിർസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നൂർ നക്കും ബദറൊട്ടിയെ പിർസാണ്. അങ്ങനത്തെ ഹയാത്തുള്ള പോലെ സ്നേഹിച്ചെങ്കത്തെ അടയാളമാണ് ഉഹദ്. മദീനത്ത് പോയെങ്കിൽ ഉഹുദ് പോവാണ്ട് പർവ്വതിക എത്രമോ ആൽമാർ ജാവ് സമയത്തല്ല ഉഹുദ് പോണ്ട. സയ്യിദു ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ശുഹദായുടെ സിയാറത്താക്കടാർ. വബിഹംസത്തൽ കറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദുശ് ശുഹദാ. സയ്യിദു ശുഹദായ ഹംസ റളിയല്ലാഹുവിന്റെ തവസ്സുലാക്കി കേക്കടാർ. ഇക്കട്ടെ അത് വേറെ വിഷയാണ്. അപ്പൊ ചൊന്നത് ഉഹുദ് ഭൂമിയിലൊട്ടി ഒന്ന് പോയി കേക്കുറു. കൂടെ ഉഹുദ് യുദ്ധം നടന്നിട്ടിന്തല്ലേ ഹിജ്റ 3ാമത്തെ വർഷത്തിൽ. നിന്റെ അനുഭവം എന്തരേൻ? ഉഹുദ് ഭൂമി നിനക്ക് ചെന്തറു. കാരണം അത്രയും അനുഭവങ്ങൾ അത് കൊണ്ടു ശത്രുക്കൾ അങ്ങ് പേടിച്ചു പോയിടാർ. അലി റളിയല്ലാഹുവിന്റെ കണ്ടെങ്ക് പേടിക്കാത്തൊരു ശത്രു ഇല്ലേ, ഹംസ റളിയല്ലാഹുവിന്റെ കണ്ടെങ്ക് പേടിക്കാത്ത ശത്രു ഇല്ല. അങ്ങനെ ധൈര്യത്തിലായിട്ടിരിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ഓൺ ചെന്നത് ഖൈബർ ഭൂമി കൊണ്ടുണ്ട്. നാണ് മർഹബാണ്. നന്റെ എതിരിട്ടുണ്ടെങ്കിൽ ജാഗ്രത ആക്കിയുള്ളൂ. ഒട്രാസി നന്റെ മുന്നിൽ പറഞ്ഞാൽ ഒരു 3 പാട്ട് പാടിയിട്ട് അവൻ ഇങ്ങനെ പോണ്ട. ഖദ് ആലിമത്ത് ഖൈബാറു അന്നി മർഹബു ശാക്കിസ്സിലാഹി ബത്ലുൻ മുജറബു ഇതിൽ ഹുറൂബു അഖ്ബലത്തി തഖ്ബലത്താലഹബു. യുദ്ധം ഇങ്ങനെ ആവുമ്പോ നാണും ഇത്തു എതിർ വന്നെങ്കിൽ പിന്നെ നന്റെ മുന്നിൽ നിൽക്കോ സാധ്യയില്ല. അങ്ങനെ ചെന്നിട്ട് പിടിപാട്ടേ. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അതേപോലെ മറുപടി, അതേപോലെ 3 വൈത്ത് കൊണ്ട് മറുപടി. ആ മഹാൻ കുതിരയുടെ മേളിൽ തെച്ചിട്ട് അപ്പുറം പോണു. അവനിപ്പുറം വരുമ്പോ ഇയാളപ്പുറം പോണ്ടു. മർഹബിനെ നേരിടുക ആർക്കും സാധ്യയില്ല, അത്രയും വലിയ ആളാണ്. അപ്പൊ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊല്ലു, നീന് മർഹബ് കൊണ്ട് ഖൈബർ ഭൂമി കൊന്തിന്നെങ്കിൽ നാണാർകൊണ്ടുണ്ട. അനല്ലദീ സമ്മത്നി ഉമ്മി ഹൈദറ കലൈതി ഗാബാതിൻ കരീൽ മന്ദറ ഉഫീമു ബിസ്സായി ഖൈലസ് സന്ദറ അനല്ലദീ സമ്മത്നി ഉമ്മി ഹൈദറ. നിന്റെ പേര് ഖൈബർ ഭൂമികളിലെ കൊന്തു. നന്റെ ഉമ്മ ജനിക്കുമ്പമേ നിനക്ക് ഹൈദർ ചൊല്ല പേരിട്ട്. ഹൈദർ ചൊന്ന പിലിട്ടാണ്. നാണ് പിലിയാണ്, നാണ് സിംഹമാണ്. ഞാൻ ജനിക്കുമ്പമേ പിലിയാണ്, നീ പിന്നെ പിലിയായിരിക്കും. അനല്ലദീ സമ്മത്നി ഉമ്മി ഹൈദറ കലൈതി ഗാബാതിൻ കരീൽ മന്ദറ. ആറും പോകു പേടിക്കിടങ്കത്തെ കാടറ ഉൾക സിംഹം കുഞ്ഞു വെച്ച് തെക്കുമ്പോ അതിന്റെ ഗാംഭീര്യത്തെ എത്രയായിട്ടിക്കും. അങ്ങനത്തെ സിംഹം പോലോത്ത ആ കാടിലുള്ളെങ്കത്തെ സിംഹമാണ്. അങ്ങനത്തെ സിംഹാണ്ടാണ് നന്റെ ഉമ്മ നക്ക് പേരിട്ടതിന് വന്നിട്ടു. ഓന്റെ തലയെടുത്തിട്ടുണ്ടാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖൈബർ മുസ്ലിമീങ്ങളെ കൈക്ക് വന്ന്. അപ്പൊ ചൊന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 2 കണ്ണുകും രോഗമായിട്ട് അവിടെ ഇരിക്കുമ്പോ 2 കണ്ണുകങ്ങ് തുപ്പിയപ്പ തുപ്പുനീറിന്റെ സമൃദ്ധി കൊണ്ട് ബറക്കത്ത് കൊണ്ട് അയാളെ കണ്ണുടെ രോഗങ്ങൾ ഇല്ലാണ്ടായിട്ട് ഒമജ്ജ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബിദ്രിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കിണറ്റിൽ തുപ്പിയപ്പോ ഫഫാഹ മിൻഹാ റായിഹത്തുൽ മിസ്ക്
കസ്തൂരിയുടെ നല്ല മണം വന്നിട്ടാണ് ആ കിണത്തരെ നല്ല കസ്തൂരിന്റെ മണം, ഭയങ്കര മണാണ് ആ മദീനത്തുള്ള കിണത്ത്. മഹാന്മാർ വിശദീകരിക്കാറ് ഉമജ്ജ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ബിഇരിൻ ഫഫാഹ മിൻഹാ റായിഹത്തുൽ മിസ്. കസ്തൂരിയുടെ മണം ആ കിണത്ര വന്ന് തുപ്പിയത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവം നബി അവരും ചൊന്ന് കടലാസ് എഴുതിയ ആളാണോ? അങ്ങനത്തെ ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടലാസ് എഴുതിയ ആവുണ്ടല്ല. കടലാസ് എഴുതിയത് മിൻ മുഹമ്മദിൻ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫ്രം ടു മുസൈലിമത്തുൽ കദ്ദാബ് ഉണ്ടാ, വെറും കള്ളനായ മുസൈലിമത്ത് കടലാസ് എഴുതിയോണ്ടുള്ളാണ്ട് അപ്പുറം കടലാസ് എഴുതത്. അപ്പോൾ ഓണ്ടൊട്ടിക്ക് ചെന്നാറ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ തുപ്പിയെങ്കിൽ നല്ല സമൃദ്ധിയാവുള്ളൂ, കിണത്തുക്ക് തുപ്പിയെങ്കിൽ കസ്തൂരി മണം പണ്ട് അങ്ങനെയുള്ള ബിസി ഉണ്ടു, തുപ്പിയെങ്കിൽ തന്നിയാറാവുള്ളൂ, അങ്ങനെയെല്ലാം ഉണ്ടു. ഈ കിണത്ര തണ്ണി തെൽ കുറടി ഉണ്ടു, നീ ഒന്ന് തുപ്പിട്ട് യാറാക്കണോ? ഓൺറെഡി തുപ്പിറ്റാൻ ഉള്ള തണ്ണി ഇല്ലാണ്ടായിത്ത, ഉള്ള തണ്ണിയെ ഇല്ലാണ്ടായിത്ത്. ഒരു കണ്ണ് സമയമില്ലാത്ത ആളെ പിന്നൊരു കണ്ണ് കൊണ്ട് തുപ്പിയാവളാ, തുപ്പിട്ടാകുമ്പോ ഉള്ള കണ്ണും പൊട്ടിപ്പോയിത്തുണ്ടാണ് ചരിത്രം. അതൊരു അത്ഭുതമേ. ഇപ്പൊ ഞങ്ങൾ തുപ്പിയും പൊട്ടറാ, അത്ഭുതമേ സംഭവം. അത് മൊജിസത്തല്ല, അതിനെ ಬಗ್ಗೆ ചൊല്ലെ നിസാറാക്കി ഉണ്ടേൻ. അതായത് ആൾമാരെ മുന്നിൽ അവിടെ എന്താക്കിയിട്ട് നിസാറാക്കിയിട്ട് സംഭവം അത്ഭുതമാണ്. പക്ഷെ അത്ഭുതം ആൾമാർ കൊണ്ട് തൊട്ട് ബാക്ക് ബോണുള്ള വിഷയമാണത്. അങ്ങനെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ തുപ്പിയപ്പ കിണത്ര കസ്തൂരിയുടെ മണം വന്ന് വബസഖ ഫീ ബിഇരിൻ ഫീ ദാരി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു ഖാദിമുടെ ഔത്തുള്ള കിണത്ത് കൊന്ന് തുപ്പിത്തുണ്ടാണ്. ഫലം യകുൻ ബിൽ മദീനത്തി ബിഇറുൻ അഅദബ മിൻഹാ. അനസ് റളിയല്ലാഹുവിന്റെ കിണത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തുപ്പിയിട്ടുണ്ട്. അങ്ങനെ തുപ്പി നോക്കുമ്പോ അതിരാട്ടി നല്ല കിണം, പിന്നെ മദീനത്തിൽ നിന്ന് അത്രയും നല്ല തണ്ണി, അതില് അഴുതബായ തണ്ണി അങ്ങനെ ഉണ്ടല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനത്തെ പുറം ഭാഗത്തുള്ള കിണത്ര തണ്ണിയെല്ലാം കൊമ്പെന്ന് കൊടുത്തുകൊണ്ടിരുന്നാറ്, നല്ല തണ്ണി. അപ്പൊ അനസ് റളിയല്ലാഹുവിന്റെ ഔത്തറ കിണത്തെ തണ്ണി ഭയങ്കര ടേസ്റ്റാണ്. മദീനത്തിൽ അങ്ങനത്തെ ഒരു കിണയില്ലെന്ന് മഹാന്മാർ വിശദീകരിക്കാറ്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറാ നാളുടെ ആശൂറ നോമ്പ് പിടിക്കണല്ലേ, അണ്ട് മുല കുടിക്കണമെങ്കിൽ എത്ത ചെറിയ മക്കളെ അങ്ങനെല്ലാം വെളിപ്പാട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ബായിൽ അങ്ങ് തുപ്പിക്കൊടുക്കടു, ഉമ്മമാരൊട്ടിക്ക് ചൊല്ലു, ജാവു വരെ നീ ഇങ്ങനെ മുല കൊടുക്കണോണ്ടുള്ള ഈ കിടാവ് നോമ്പാണ്. എന്തേ? ഫകാന റീഖുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്സീഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുപ്പ് തന്നെ അങ്കത് മയ്യായോണ്ടിട്ട് മഹാന്മാർ വിശദീകരിക്കുക. അങ്ങനെ കുറേ സംഭവങ്ങൾ ചൊല്ലും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുപ്പുനീർ കൊണ്ട് സൗഭാഗ്യം കിട്ടിയെങ്കെത്ത മഹാന്മാർ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്തുകൊണ്ട് ദീനും ദുനിയാവും ആഖിറവും വിജയിക്കട സാലിഹീങ്ങളിൽ അള്ളാഹു ഞങ്ങളെല്ലാം പെടുത്തി തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഇസ്സത്തുള്ള സാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണം റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ രോഗങ്ങളെ നീ ശിഫയാക്കണം റഹ്മാൻ. നമുക്ക് ആവശ്യമുള്ളതെല്ലാം റബ്ബാകുന്ന നീ നൽകണം റഹ്മാൻ. രോഗങ്ങളെ ശിഫയാക്കണം റഹ്മാൻ. മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങളെ ഉള്ളും പുറവും നീ ശുദ്ധിയാക്കണം റഹ്മാൻ. നമ്മുടെ കണ്ണിനും ഖൽബിനും നീ നല്ല കാഴ്ച നൽകണം റഹ്മാൻ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണം റഹ്മാൻ. മക്കളെ നീ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരണം റഹ്മാൻ. ഖുർറത്തു ഐനായ മക്കളാക്കി തരണം റഹ്മാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യവും മഹബ്ബത്തും ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാൻ. അവിടുത്തെ ഏറ്റവും സൗന്ദര്യമുള്ള മുഖം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം റഹ്മാൻ. അർഹമുർ റഹീമീനായ റബ്ബേ, പരിശുദ്ധ മദീനയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണം റഹ്മാൻ. മഖ്ബൂലും മബ്റൂറായ ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് നൽകണം റഹ്മാൻ. ദോഷങ്ങളെ പുറത്തു തരണം റഹ്മാൻ. മുഴുവൻ ഷർറുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ. മരണം വരെ ഇസ്സത്തോടെ ആഫിയത്തോടെ ഈമാനോടെ തഖ്വയോടെ ഞങ്ങളെ നീ ജീവിപ്പിച്ചു തരണം റഹ്മാൻ. ഞങ്ങളെ കടങ്ങളെ നീ വെട്ടിത്തരണം റഹ്മാൻ. ഹലാലായ സമ്പത്ത് നൽകണം റഹ്മാൻ. അവസാനം മരിക്കുന്ന സമയത്ത് പുഞ്ചിരിയോടെ കരിമ ചൊല്ലി മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണം റഹ്മാൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. يا ربي بالمصطفى بلغ مقاصدنا يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى.
يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم.